ദിയ തൻ്റെ OBOC എന്ന സ്ഥാപനം ഉടൻ പൂട്ടുമോ? സോഷ്യൽ മീഡിയയിൽ പടരുന്ന ആശങ്ക ഇപ്പോൾ ഇതാണ്. ആ സംഭവകഥ ഇങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം. 3 മാസം മുമ്പാണ് OBOC എന്ന തൻ്റെ സ്ഥാപനത്തിൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്ന വിവരം കൃഷ്ണകുമാറിൻ്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വെളിപ്പെടുത്തിയത്. 70 ലക്ഷത്തിൻ്റെ അടുത്ത് പണവും നിരവധി സ്റ്റോക്കുകളുമാണ് ദിയയ്ക്ക് നഷ്ടമായത്. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരികളായ വിനീത, രാധാകുമാരി, ദിവ്യ തുടങ്ങിയവരാണ് QR കോഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതെന്നും ദിയ വെളിപ്പെടുത്തിയിരുന്നു. അടുത്തിടെയാണ് ഈ പ്രതികൾ പോലീസിൽ കീഴടങ്ങിയതും കുറ്റം സമ്മതിച്ചതും. ഗർഭിണിയായ ശേഷം ശാരീരികമായി വന്ന അവശതകൾ മൂലം OBOC എന്ന തൻ്റെ സ്ഥാപനത്തിലെ സ്റ്റോക്കും സാമ്പത്തിക ഇടപാടുകളും കൃത്യമായി പരിശോധിക്കാൻ ദിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, പ്രതികളായ 3 പേരെയും ദിയ അമിതമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മറ്റൊന്നാണ്. സ്റ്റോക്കിൽ കുറവ് വന്നപ്പോൾ സംശയം തോന്നിയിരുന്നുവെങ്കിലും ദിയ ആദ്യമൊന്നും അത് കാര്യമാക്കിയില്ല. പിന്നീടാണ് സ്ഥാപനത്തിൽ നടക്കുന്ന തട്ടിപ്പ് നേരത്തെ മനസ്സിലാക്കിയത്. മോഷ്ടിച്ച കാശ് തന്നെ തിരികെ ഏൽപ്പിച്ചാൽ കേസില്ലാതെ പ്രശ്നം പരിഹരിക്കാമെന്ന നിലപാടിലായിരുന്നു ദിയ. പക്ഷേ 8 ലക്ഷം രൂപ മാത്രമാണ് വിനിതയും രാധാകുമാരിയും ദിവ്യയും തിരികെ നൽകിയത്. 60 ലക്ഷത്തിനടുത്ത് തുക ദിയയ്ക്ക് നഷ്ടം വന്നിരുന്നു. അതിനാലാണ് കേസുമായി നീങ്ങിയതും പ്രതികളെ പിടികൂടിയതും. ഈ സംഭവത്തിന് ശേഷം തൻ്റെ ബിസിനസ് ദിയ നവീകരിച്ചു. മാത്രമല്ല, കൂടുതൽ വിശ്വസ്തരെന്ന് തോന്നുന്ന പുതിയ കുറച്ച് സ്റ്റാഫുകളെ നിയമിക്കുകയും ചെയ്തു. ഇപ്പോൾ പഴയതിനേക്കാൾ ഗംഭീരമായും 10 മടങ്ങായും സെയിൽ നടക്കുന്നതായി ദിയ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ വഴി അറിയിക്കാറുമുണ്ട്. ദിയയുടെ വാക്ക് കേട്ട് വിശ്വാസം അർപ്പിച്ചവരാണ് ഇപ്പോൾ കബളിപ്പിക്കപ്പെട്ടത്. 2 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിലും സമയം കണ്ടെത്തി ഓഫീസിലെ ജോലികളിലും ദിയ ഇടപെടാറുണ്ട്. എന്നാൽ ഇപ്പോഴിതാ ദിയയുടെ OBOCക്കെതിരെ നിരവധി പരാതികളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. കാശ് വാങ്ങിയിട്ട് ആവശ്യപ്പെട്ട സാധനം അയക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി. ചില ഉപഭോക്താക്കൾ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. ഗൂഗിൾ റിവ്യൂവിലും OBOCക്കെതിരെ നിരവധി പരാതികളുണ്ട്. കസ്റ്റമർ സർവീസിനെതിരെയാണ് പരാതികൾ കൂടുതലും. ഇതുമായി ബന്ധപ്പെട്ട ചില വോയിസ് റെക്കോർഡുകളും സ്ക്രീൻഷോട്ടുകളും ചില യൂട്യൂബ് ചാനലിലൂടെ പുറത്ത് വരികയും ചെയ്തു. കാശ് കൊടുത്ത് ഓർഡർ ചെയ്ത പലർക്കും ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഉൽപ്പന്നങ്ങൾ ലഭിച്ചിട്ടില്ല. ഗൂഗിൾ റിവ്യൂവിൽ തന്നെ പലരും അത് കുറിച്ചിട്ടുമുണ്ട്. ജൂലൈ മാസത്തിൽ ഓർഡർ ചെയ്ത ഉൽപ്പന്നം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് ഒരു പരാതി. അവരോട് ചോദിക്കുമ്പോൾ ഒരു തരത്തിലും മറുപടി ചെയ്യുന്നില്ല. സ്റ്റിച്ച് ചെയ്ത് വസ്ത്രം അയക്കുന്നത് പോലെ കാലതാമസം എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്നും ചിലർ പറയുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള ഉൽപ്പന്നം അയക്കുക മാത്രമല്ലേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് മറ്റു ചിലരുടെ ആരോപണം. അവർ വളരെ ഉദാസീനമായാണ് പെരുമാറുന്നത്. അവർ കെയർലെസ് ആകുന്നതാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയില്ല. സ്റ്റാഫിനെ മാറ്റിയെന്നും എല്ലാം പക്കയാണെന്നും മുന്നോട്ട് പോകുകയാണെന്നും ദിയ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടാണ് പലരും ഓർഡർ നൽകിയത്. പക്ഷേ ഓർഡർ നൽകിയവരൊക്കെ ഇപ്പോൾ തൃശങ്കുവിലാണ്. കാശ് നഷ്ടപ്പെടുമോ അതോ ഈ സ്ഥാപനം പൂട്ടിപ്പോകുമോ എന്നൊക്കെയാണ് പ്രധാന ആശങ്കകൾ. പഴയ ക്രിമിനൽ സ്റ്റാഫിനേക്കാൾ മോശം സ്റ്റാഫാണ് ഇപ്പോഴുള്ളതെന്നും പലരും പറയുന്നു. പ്രോഡക്ട്സ് അയക്കുന്നേയില്ല. സാധനം കിട്ടുമോ ഇല്ലയോ എന്നതിൽ ഒരു ഉറപ്പുമില്ല. വെബ്സൈറ്റ് വഴിയാണ് എല്ലാം ചെയ്തതെന്നാണ് ചില വ്ളോഗർമാർ പറയുന്നത്. ഏതായാലും OBOC ദിയ ഉടനെ പൂട്ടുമെന്നും ആരോപണം പരക്കെ പരക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.